ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയ ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ഈ ഹെൽത്തി ഷേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കരിക്കാണ്. കരിക്കിൻ്റെ മുകൾ ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലൊന്ന് വെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കരിക്കും വെള്ളം നമുക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊന്ന് മേൽഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കരിക്കിൻ്റെ വെള്ളം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ കരിക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കരിക്കിൽ ധാരാളം പോഷകങ്ങളും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെയധികം നല്ലതാണ് കരിക്കിൽ വൈറ്റമിൻ സി, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം, ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും കരിക്ക് വളരെയധികം നല്ലതാണ്. കരിക്ക് കുടിച്ചാൽ ശരീരത്തിന് ആരോഗ്യപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ വരണ്ട ചർമ്മം, മുഖത്തെ ചുളിവുകൾ, മുഖക്കുരു എന്നിവ ഇല്ലാതാക്കാനും ദിവസവും കരിക്ക് വെള്ളം കുടിക്കുന്നത് നല്ല ഗുണം ചെയ്യും. കരിക്ക് ഒരു ലോ കലോറി ഡ്രിങ്ക് ആയതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലതാണ്. ഫാറ്റ് ഒട്ടും ഇല്ലാത്തതിനാൽ അമിതഭാരം ഉള്ളവർക്കും ഇത് കുടിക്കാം. ഭാരം കൂടുകയില്ല. ദഹനത്തിനും വളരെയധികം നല്ലതാണ്. കരിക്ക് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അവക്കാഡോയാണ്. അവക്കാഡോയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവയിൽ തന്നെ പ്രോട്ടീന്, ഫൈബർ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രോട്ടീൻ്റെ അളവ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു അവക്കാഡോ എടുത്താൽ അതിൽ ഏകദേശം 2 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും പേശികൾക്ക് ബലം നൽകാനും വളരെയധികം സഹായിക്കുന്നു. പ്രോട്ടീനെ പോലെ തന്നെ നാരുകളാൽ സമ്പന്നമാണ് അവക്കാഡോ. അവക്കാഡോയിൽ ഏകദേശം 7 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് അമിത ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കുന്നു. അതുപോലെ പോഷകങ്ങളുടെ കാര്യമെടുത്താൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വിറ്റാമിൻ B12 എന്നിവയുടെ മികച്ച ഉറവിടമാണ് അവക്കാഡോ. ഈ വിറ്റാമിനുകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ എന്നീ ധാതുക്കളും ഈ അവക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവക്കാഡോയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനം കൃത്യമായി നടക്കുന്നതിനും ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നു. അവക്കാഡോ 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ അതിൻ്റെ ഫ്ലഷ് നമ്മൾ ഇതേപോലെ ഒന്ന് എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കുറച്ച് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഹെൽത്തി ആയ ഒരു ഷേക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മധുരം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കരിക്കിന് അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് തന്നെ മധുരം ചേർത്തില്ലെങ്കിലും ഇത് കുടിക്കാൻ പറ്റും. മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഈ പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കരിക്കും നമ്മുടെ അവക്കാഡോയൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. പാല് കട്ടിയാക്കിയതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം കട്ടിയാക്കിയത് ഒന്ന് ഉടച്ചിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആകുമ്പോൾ ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് പാല് തിളപ്പിച്ച പാലിൻ്റെ പാടയൊക്കെ മാറ്റിയതിന് ശേഷം എടുത്ത് ഫ്രീസറിലല്ല നമ്മളൊന്ന് തണുപ്പിച്ചെടുത്തേക്കുന്ന പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം നല്ല രീതിയിൽ ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷേക്ക് ഇവിടെ തയ്യാറായി. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഡയറ്റിൽ പിന്നെ നമ്മുടെ വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മധുരം ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയ അവക്കാഡോയും കരിക്കുമൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഷേക്ക് ഇവിടെ തയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.